യാക്കോബ് എന്ന ചരിത്രം സൃഷ്ടിച്ച അസാധാരണമായ വ്യക്തിത്വം ജോസഫിൻ്റെ അരികിൽ ചെന്നപ്പോൾ ജോസഫിനോട് പറയുക, മകനെ, നിന്നെ എനിക്ക് കാണാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നില്ല. എന്തുകൊണ്ടാണ് യാക്കോബെ നിനക്ക് ഈ വാക്ക് ഇവിടെ നീ സ്നേഹിച്ച ജോസഫിനോട് പറയേണ്ടി വന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോയി ദൈവാശ്രയത്തോടെ കാര്യങ്ങളെല്ലാം നേടിയെടുത്ത് ഒറ്റയ്ക്ക് കടന്നുപോയി ശ്രേഷ്ഠമായി 2 വലിയ കൂട്ടങ്ങളെ ദൈവാശ്രയബോധത്തോടെ വർദ്ധിപ്പിച്ചു കൊണ്ടുവന്ന് ദൈവത്തോട് എപ്പോഴും പറ്റി നിന്ന ആ മനുഷ്യൻ തൻ്റെ മക്കൾ പറഞ്ഞ കള്ളങ്ങൾ കേട്ടപ്പോൾ, ചില തെളിവുകൾ നിരത്തിയപ്പോൾ അത് വിശ്വസിച്ച് കരഞ്ഞ് നിലവിളിച്ച് തൻ്റെ ഉള്ളിൽ താൻ പ്രഖ്യാപിച്ചു, ഇനി എനിക്ക് എൻ്റെ മകനെ കാണാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവപൈതലേ, നിൻ്റെ ജീവിതയാത്രയ്ക്കകത്ത് മറ്റു പലർ നീ ആത്മാർത്ഥമായി സ്നേഹിച്ചു, പക്ഷേ നിന്നെ അവർ എത്രത്തോളം ആത്മാർത്ഥമായി സ്നേഹിച്ചു എന്നറിയില്ല. അവർ നിന്നോട് വന്ന് പറഞ്ഞ ചില കള്ളങ്ങൾ, നിനക്ക് വിരോധമായി എഴുന്നേറ്റ് വന്ന പലവിധമായ സർട്ടിഫിക്കറ്റുകൾ, നിൻ്റെ നന്മകൾക്ക് വിരോധമായി നിൻ്റെ കാതിൽ കേട്ട പല വാർത്തകൾ, ഇവയെല്ലാം കുഞ്ഞ് നീ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ സഹോദര, എൻ്റെ മാതാവേ, പിതാവേ, നിങ്ങൾ അങ്ങനെയൊന്ന് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഈ യാക്കോബിനെ പോലെ തന്നെ നിങ്ങളുടെയും ജീവിതം വല്ലാത്ത കണ്ണുനീരിൻ്റെ അവസ്ഥയിലേക്ക് മാറ്റപ്പെടുക തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ ഞാൻ എൻ്റെ സ്നേഹിതൻ്റെ ഒരു സാക്ഷ്യം പറയാം. തൻ്റെ മകൻ ശക്തമായി കരണ്ട് കമ്പിയിൽ നിന്ന് ഷോക്കേറ്റു. താൻ വെന്റിലേറ്ററിലേക്ക് മാറ്റപ്പെട്ടു. ചില മണിക്കൂറുകൾ കഴിഞ്ഞാൽ വെന്റിലേറ്റർ മാറ്റുമെന്ന് വൈദ്യശാസ്ത്രത്തിൽ അല്ലെങ്കിൽ അവനെ പരിചരിച്ചു കൊണ്ടിരുന്ന ഡോക്ടർമാർ വിധിയെഴുത്തുകൾ നടത്തി. അപ്പോൾ ഈ മനുഷ്യൻ അകത്തളത്തിലെ വിശ്വാസത്തിൽ മുമ്പോട്ട് ചെന്ന് ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടർ, എനിക്ക് എൻ്റെ മകനെ വെന്റിലേറ്റർ മാറ്റുന്നതിന് മുമ്പ് കാണണം. അവർ സമ്മതിച്ചു. അവൻ അകത്ത് കയറി നെഞ്ചത്തോട്ട് കരം വെച്ചു. കർത്തൻ്റെ സന്നിധിയിലോട്ട് മുഖമുയർത്തിയിട്ട് കർത്താവിനോട് പറഞ്ഞു, അപ്പാ, ഇവൻ്റെ മേൽ വാഗ്ദത്തങ്ങൾ ശേഷിക്കുന്നു. ഞങ്ങൾ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ചപ്പോൾ മുതൽ എൻ്റെ ഈ കുഞ്ഞിൻ്റെ മേൽ കേട്ട വാഗ്ദത്തമാണ് എന്നെ പലപ്പോഴും പിടിച്ചു നിർത്തിയത് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ആ പിതാവ് ആ കുഞ്ഞിൻ്റെ നെഞ്ചിൽ കൈവച്ചിട്ട് പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ വാഗ്ദത്തം ശേഷിക്കുന്നു. ഇവൻ ആ വാഗ്ദത്തത്തിലേക്ക് മടങ്ങി വരട്ടെ എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞ വാക്കുകൾക്ക് വിരോധമായി വിശ്വസിച്ചുകൊണ്ട്, യേശുവിനെ വിശ്വസിച്ചുകൊണ്ട് കൽപ്പന പുറപ്പെടുവിച്ചു. ആ മനുഷ്യൻ തിരികെ വന്നു. വൈദ്യശാസ്ത്രം പറഞ്ഞത് അടുത്ത അരമണിക്കൂറിനുള്ളിൽ വെന്റിലേറ്റർ മാറ്റും, അവൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുമെന്ന്. പക്ഷേ വെന്റിലേറ്ററിൽ നിന്ന് അവൻ്റെ കണക്ഷൻ മാറ്റുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് അവൻ സ്വയമേ ശ്വസിക്കാൻ തുടങ്ങിയത് അത് എൻ്റെ കാതിൽ കേട്ട ഒരു ചരിത്രമാണെങ്കിൽ, പ്രിയ ദൈവപൈതലേ, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കത്തില്ലെന്ന് എൻ്റെ ദൈവത്തിൻ്റെ വചനം അധികം ശക്തിയോടെ വിളിച്ചു പറയുമ്പോൾ കുഞ്ഞ് നീ കേട്ട ആ നെഗറ്റീവ് വാക്കുകളെ എടുത്ത് മാറ്റിയിട്ട് അസാധാരണമായ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വിശ്വസിച്ചുകൊണ്ട് ഇന്നും എൻ്റെ യേശു ജീവിക്കുന്നു, ഇന്നും എൻ്റെ യേശു അസാധാരണമായ അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ ശക്തനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നീ മുമ്പോട്ട് ചുവട് വെക്കുന്നു എങ്കിൽ നിൻ്റെ ജീവിതത്തിൻ്റെ മേൽ നീ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമായ വലിയ ദൈവപ്രവൃത്തി കാണുവാൻ ഇടയാകും എന്ന് ഈ വചനത്തിൽ കൂടെ ഞാൻ പ്രഖ്യാപിക്കുന്നു. അതങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയ ദൈവപൈതലേ, നീ കേട്ട ദൈവവചനവും നീ കേട്ട വാഗ്ദത്തങ്ങളുമാണ് നിൻ്റെ ജീവിതത്തിൻ്റെ മേൽ പുതിയ ജീവനും ശക്തിയും പകരുന്നത്. അതിന് യേശുവിനെ മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ കുഞ്ഞ് നിന്നെ സഹായിക്കുവാനായി ഇറങ്ങി വരും. നിൻ്റെ കുടുംബത്തിനകത്തിൽ നിൻ്റെ തലമുറയുടെ വിഷയത്തിൻ്റെ മേൽ ആ ദൈവപ്രവൃത്തി അസാധാരണമായ നിലകളിൽ വെളിപ്പെടുവാൻ ആ ദൈവവും ആ ദൈവത്തിൻ്റെ ശ്രേഷ്ഠന്മാരാകുന്ന ദൂതന്മാരും നിനക്ക് സഹായത്തിനായി ഇറങ്ങി വരും. അതുകൊണ്ട് ഈ വചനത്തെ വിശ്വസിച്ചുകൊണ്ട് നീ മുമ്പോട്ട് ചുവട് വെക്ക്. അത്ഭുതം നിൻ്റെ ജീവിതത്തിൻ്റെ മേൽ സാധ്യമായി തീരും. ആമേൻ, ആമേൻ, ആമേൻ.